പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നല്ല രണ്ട് വ്യക്തികളാണ് എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ ജീവിതം പരാജയപ്പെട്ടു എന്നുള്ളത്. ഇതിൽ നല്ല വ്യക്തികളാകുന്നതും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്കിൽസ് ആവശ്യമുണ്ട്. റിലേഷൻഷിപ്പിലെ പ്രധാനപ്പെട്ട സ്കിൽസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷനാണ്. വളരെ കൃത്യമായിട്ട് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിന് റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ഇമോഷൻസ് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. ഇപ്പം ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഒക്കെ അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ തുടങ്ങണം, എവിടെ നിർത്തണം, ബൗണ്ടറീസ് എന്നുള്ളൊരു കാര്യം. എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയാലും അതിലെല്ലാം തന്നെ ഒരു അതിർവരുമ്പ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിസണിങ് കപ്പാസിറ്റി. മറ്റൊരാൾക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് ഇടപെടാതെ കേൾക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങളിതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ.